ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ബോൺലെസ് ചിക്കനും എടുക്കാം. കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇതേപോലെ മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളാക്കുക. കൂടുതൽ വലുതാവാനും പാടില്ല, വല്ലാതെ അങ്ങനെ ചെറുതാവും വേണ്ട കേട്ടോ. ഈ ഒരു വലുപ്പം മതി. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അതിലത്തെ കൂടുതൽ വെള്ളമൊക്കെ പോയി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ വല്ലാതെ തന്നെ വാട്ടർ ആയി പോവും. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഞാൻ എടുത്തത് കുറച്ച് എരിവുള്ള കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ എരിവില്ല, കളറ് മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ. അത് ഓപ്ഷനിലാണ്, എരിവ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് പൊതുവേ സ്റ്റാർട്ടറായിട്ടാണ് പൊതുവേ കഴിക്കുക. അപ്പോൾ പിന്നെ അധികം എരിവൊന്നും ഇതിലുണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ 1 പിടി കറിവേപ്പില നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. അത് പെരിഞ്ചീരകമൊക്കെ ചേർത്ത് പൊടിച്ച ഗരം മസാലപ്പൊടി കേട്ടോ. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ചേർക്കുക. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും പിന്നെ മസാലയൊക്കെ ഇതിലേക്ക് നന്നായി പിടിച്ച് നല്ലൊരു ടേസ്റ്റ് വരാനും വേണ്ട ലെമൺ ജ്യൂസ് ചേർക്കുന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഈ മാരിനേഷൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ, ഉപ്പൊക്കെ പാകമല്ലേന്ന്. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കുക. എന്നിട്ട് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് പിടിക്കണം. ഇതിൻ്റെ എല്ലുള്ള ചിക്കൻ ആവുക കാരണം ആ എല്ലിൻ്റെ മീതെ മസാല അങ്ങനെ പിടിക്കില്ല, അതിൻ്റെ ഫ്ലഷിൻ്റെ മീതെ മാത്രമേ പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലിൻ്റെ മീതെ പിടിക്കാത്തതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത് മസാലയ്ക്ക് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. മസാലയ്ക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. ഇപ്പോൾ അതാ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ പച്ച അരിപ്പൊടി. ഇനിയിപ്പോൾ വറുത്തതാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ വറുത്ത അരിപ്പൊടിയും ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. മൈദ കുറച്ചേ ചേർക്കണ്ടു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. കാരണം മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തണുത്തു പോയിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് കാരണം ഞാൻ മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ അത് മുട്ട ചേർത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. പിന്നെ മുട്ട ചേർക്കാതെയാണ് കൂടുതൽ ഇത് നന്നായിട്ട് നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വരിക. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ പറയില്ലേ, കുറച്ച് കഴിഞ്ഞാൽ അത് സോഫ്റ്റായി മാറും. പിന്നെ ഇത് വറുത്തെടുക്കുമ്പോൾ ആദ്യം ഒന്ന് ഇട്ടിട്ട് വറുത്ത് നോക്കുക. അപ്പോൾ മാരിനേഷനൊക്കെ ശരിക്കും അതിൻ്റെ മീതെ നല്ല കോട്ടിങ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. കോട്ടിങ് കുറച്ച് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി മൈദയല്ല അരിപ്പൊടി ചേർത്തോളൂ കേട്ടോ. അപ്പോൾ അത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയതിൻ്റെ ശേഷം ഒരു 3-4 പീസസ് ആയിട്ട് ഇടുക. ഞാനിപ്പോൾ ഇത് ചെറിയൊരു കടായിൽ കുറച്ച് എണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ എണ്ണ വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇത് കറക്റ്റാണ് അതിൻ്റെ കോട്ടിങ്. പിന്നെ ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാവൂ, എന്നാലാണ് ഇത് ഉള്ളിൽ വേവുള്ളൂ, അല്ലെങ്കിൽ ഇത് വെന്ത് കിട്ടില്ല. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് ഉണ്ടാക്കരുത്. ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് കഷ്ണങ്ങൾ ഇട്ടിട്ട് വറുത്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതേപോലെ തന്നെ ഒരേ സമയം 4-5 പീസസ്, ചെറിയ കടായിലാണെങ്കിൽ ആണ് ഞാൻ പറയുന്നത്, വലിയ കടായിയുടെ കാര്യമല്ല. 4-5 പീസസ് ഇട്ടിട്ട് വറുത്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കുക, അതിൻ്റെ കോട്ടിങ് പോവൊന്നുമില്ല. ഒന്നിച്ചിട്ടിട്ട് ചെറിയ കടായിലാവുമ്പോൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ കോട്ടിങ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതേപോലെ ബാക്കിയെല്ലാം വറുത്തെടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, അത് കാരണം പിന്നെ കോൺഫ്ലോർ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. മൈദ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇങ്ങനെ ബാക്കിയെല്ലാം വറുത്തെടുക്കുക കേട്ടോ.
ഇതിപ്പോൾ ഞാൻ 2 തരത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണണം കേട്ടോ, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതാ ബാക്കിയായ എണ്ണ ഇല്ലേ, അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കറിവേപ്പില വറുത്തെടുക്കുക. അതേപോലെ തന്നെ 2 പച്ചമുളക് വറുത്തെടുക്കുക. പച്ചമുളക് ഒന്ന് നെടുകെ കീറിയിട്ടാണ് വറുത്തെടുക്കാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഹോളെങ്കിലും ഇട്ടിട്ടാണ് അത് വറുത്തെടുക്കാവൂ. 2 വെളുത്തുള്ളി ചതച്ചിട്ട് അതും കൂടി ഒന്ന് വറുത്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മീതെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. കുറച്ച് പെപ്പർ പൗഡർ അല്ലെങ്കിൽ ഗരം മസാല ഇതിൻ്റെ മീതെ ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പെപ്പർ പൗഡർ ആയിരിക്കും കുറച്ച് കൂടുതൽ നല്ലത്. അപ്പോൾ ഇത് ഫസ്റ്റ് മെത്തേഡ്. ഇനി രണ്ടാമത് ഇത് കുറച്ച് നമ്മൾ സോസൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. എനിക്ക് കാണിക്കുന്നത് ഇതിൻ്റെ പകുതി ചിക്കൻ എടുത്തിട്ട് 1/2 കിലോ ചിക്കനുള്ള അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. മുഴുവൻ ചിക്കനുള്ളതല്ല കാണിക്കുന്നത്. അപ്പോൾ ഒരു പിടി കറിവേപ്പില എടുത്തിട്ട് കുറച്ച് എണ്ണയിൽ അതൊന്ന് വറുത്ത് കോരിയെടുക്കുക. നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ വറുത്ത് കോരിയെടുക്കുക. ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അത് ഒന്ന് മൂപ്പിക്കുക. കറിവേപ്പില വറുത്ത് കോരി മാറ്റണം കേട്ടോ. അതിൻ്റെ ശേഷമാണ് വെളുത്തുള്ളി ചേർക്കാവൂ. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് പാകമായി വരുമ്പോൾ അതിലേക്ക് 2 ഉണക്കമുളക് പൊട്ടിച്ചത്, 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത്. റെഡ് ചില്ലി സോസ് ഇല്ലെങ്കിൽ റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കേണ്ടത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുമ്പോൾ ടൊമാറ്റോ സോസിൻ്റെ ആ മധുരം ഉണ്ടല്ലോ, അത് റെഡ് ചില്ലി സോസ് ചേർക്കുമ്പോൾ അത് ബാലൻസായി കിട്ടും. പിന്നെ അതിലേക്ക് അതിലത്തെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ ആ സോസ് ഒന്ന് വഴറ്റിയിട്ട് അതിലത്തെ വെള്ളം വറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്ത് ചേർക്കുക കേട്ടോ. സവാള ചേർക്കുമ്പോൾ നല്ലൊരു ബൈറ്റൊക്കെ കിട്ടും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ. എന്നിട്ട് ചിക്കൻ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ 1/2 kg ചിക്കനാണ് ചേർത്തേക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. സവാള ഇങ്ങനെ അധികം വഴറ്റിയിട്ട് സോഫ്റ്റ് ആകണ്ട കേട്ടോ. ഒന്ന് ക്രഞ്ചി ആയിട്ടിരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആ വറുത്ത് വെച്ച കറിവേപ്പില ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അവസാനം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക, കുറച്ച് തൂവി കൊടുക്കുക. ഗരം മസാല അല്ലെങ്കിൽ പെപ്പർ പൗഡർ ആയാലും മതി. ഞാനിപ്പോൾ ഗരം മസാലയാണ് കുറച്ച് തൂവി കൊടുത്തത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് മിക്സ് ചെയ്യുക. ഈ സോസൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റായി മാറും, വല്ലാതെ സോഫ്റ്റ് ആവും. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ പറ്റും, സ്റ്റാർട്ടറായിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്